ഇപ്പോൾ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ലഭിച്ചുകൊണ്ടിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ബ്ലസിയേട്ടൻ പോലും പറഞ്ഞത് കേരളത്തിൽ PVR സ്ക്രീനുകളിൽ സിനിമ കളിച്ചില്ലെങ്കിലും PVR സ്ക്രീനുകൾ കേരളത്തിന് പുറത്തുള്ള PVR സ്ക്രീനുകൾ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തരണമെന്ന് പറയുന്നു. അതുപോലും ഉണ്ടായില്ല, അവർ സമ്മതിക്കുകയുണ്ടായില്ല. ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ആയിക്കോട്ടെ, ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഫെഫ്കയ്ക്ക് ആയിക്കോട്ടെ, മിനിസ്റ്റേഴ്സിനായിക്കോട്ടെ എല്ലാവർക്കും ലെറ്ററുകൾ അയക്കുകയുണ്ടായി. അമ്മയ്ക്ക് ആയിക്കോട്ടെ എല്ലാവർക്കും ഞങ്ങൾ ലെറ്ററുകൾ അയക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഇവൻ നിൽക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഫെഫ്ക ആണെങ്കിലും ഇന്ന് മീറ്റിംഗ് വിളിച്ചിട്ട് ഇത് അനൗൺസ് ചെയ്തത്. ഇങ്ങനെയൊരു പരിപാടിയിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഈ സിനിമ ഇത് വിജയിക്കാനായിട്ട് കാരണം മറ്റു ഈ സിനിമകളിലെ എല്ലാ നിർമ്മാതാക്കൾ ഞങ്ങളുടെ ഒപ്പം നിന്നു എന്നുള്ളതാണ് ഒരു സത്യസന്ധമായിട്ടുള്ള റീസൺ. അങ്ങനെ ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പാണ് അവിടുന്ന് PVRൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ 2 സ്ഥലത്തെ സ്ക്രീനുകൾ ഓപ്പൺ ചെയ്യണ്ട, എറണാകുളത്തെ ഫോറം മാളിലെ സ്ക്രീനും കാലിക്കറ്റ് മിറാജിലെ സ്ക്രീനുകൾ ഓപ്പൺ ചെയ്യണ്ട, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള സ്ക്രീനുകളെല്ലാം ഞങ്ങൾ ഇപ്പോൾ അടിയന്തരമായി ഓപ്പൺ ചെയ്യുന്നതാണ്. ബാക്കി ഈ ശേഷിക്കുന്ന 2 സ്ക്രീനുകൾ ഞങ്ങൾ ഒരാഴ്ചയ്ക്കകം ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഡിസ്കസ് ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതെന്ന് അവർ പറയുകയുണ്ടായി. ഇതാണ് ഇന്ന് നടന്ന ഈവൻ സംഭവം. തീരുമാനമായിട്ടില്ല, അതുകൊണ്ടിട്ടാണ് അത് പെൻഡിങ് നിൽക്കുന്നത്. അത് ഈ ഒരാഴ്ചക്കുള്ളിൽ അവരിപ്പോ ഇവിടെ വന്ന് ഞങ്ങളിപ്പോ പറഞ്ഞേക്കുന്നത് അതവിടെ പെൻഡിങ് നിൽക്കട്ടെ, ബാക്കിയുള്ള സ്ക്രീനുകളും ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ള പടങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ മറ്റു സ്ക്രീനുകളിൽ റിലീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ അടുത്തൊരു തുടർ ചർച്ച പോലും ഉള്ളൂ. കാരണം അതെ, തീർച്ചയായിട്ടും ഇപ്പൊ ഉപാധികൾ ഇല്ലാതെയാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനു മുന്നേ എങ്ങനെയാണോ തിയേറ്ററുകൾ നിർത്തിയത് അതേ അവസ്ഥ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി 2 സ്ഥലത്തും അടഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ ഈ ഉദ്ദേശിച്ചിരുന്ന 2 സ്ഥലങ്ങളിൽ അവർ ഈ പറഞ്ഞതുപോലെ അവർ ഉപാധികളില്ലാതെ അവർ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ളത് ഈ വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് അത് തീരുമാനിക്കുമെന്നുള്ള ഇളവല്ല, അതൊരിക്കലും ഇളവല്ല. കാരണം ഞങ്ങൾ അവർക്കും വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഈ PVRലൊക്കെ സ്ക്രീനുകളിൽ സിനിമകൾ കളിച്ചാൽ മാത്രമേ ഉള്ളൂ അത് സംബന്ധപ്പെട്ടുള്ള മറ്റ് ഷോപ്പുകളിലെല്ലാം കച്ചവടങ്ങൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സ്ക്രീനുകൾ വർക്ക് ചെയ്യുന്നില്ല, തിയേറ്ററുകളിൽ പടം കളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റു ഷോപ്പുകൾ ഉൾപ്പെടെ അവർക്ക് കംപ്ലൈന്റ് ആയിട്ട് ഈവൻ ചെന്നു. കാരണം അവരുടെ സെയിൽസിനെയും കൂടെ ബാധിക്കുകയാണല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള ഇപ്പോൾ യൂസഫ് അലിക്കായ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടിരുന്നു, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടപെട്ടിരുന്നു. അപ്പം അത് എല്ലാ സൈഡിൽ നിന്നുമുള്ള ഒരു പ്രഷർ ചെലുത്തിയതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇത് തുറക്കാനായിട്ട് സാധിച്ചത്. ഇല്ലെങ്കിൽ മലയാള സിനിമ നിങ്ങൾക്കറിയാം ഇപ്പോൾ 1 ആഴ്ച 2 ആഴ്ചയാണ് മെയിൻ ആയിട്ടുള്ള കളക്ഷനെ കിട്ടുന്നത്. അപ്പം അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ കളക്ഷൻ മൊത്തം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതല്ല. അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാ സൈഡിൽ നിന്നുള്ള പ്രഷർ തന്നെയാണ് ഇപ്പൊ ഇത് തുറക്കാനായിട്ട് കാരണമായത്. അല്ലെങ്കിൽ 5500 ഈ 2 തീരുമാനമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതിന് ചർച്ചയിൽ അവർ ഇതിന് തയ്യാറാകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും അവരിപ്പോ ഓൾമോസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ, അവരിപ്പോ ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. ഞങ്ങളുടെ എല്ലാ കണ്ടീഷനുകൾക്കും അവർക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ ഒരു 10% മാത്രം ഓക്കെ ആകാതെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഈ ഡിസിഷൻ ആവാത്തത് കൊണ്ടിട്ട് ഇതിങ്ങനെ പെൻഡിങ് വെക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളും കണ്ടാണ്, രാവിലെ മുതൽ ബ്ലസിയേട്ടനായിക്കോട്ടെ, ഇതിന്റെ മറ്റു സിനിമകളിലെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ എല്ലാവരും ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഫെഫ്കയുടെ ഒപ്പം ഇവനുണ്ട്, ഇവര് ധർണയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നു. അപ്പൊ അങ്ങനത്തെയുള്ള മറ്റു ഇഷ്യൂകളിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾക്കും അതൊരു വലിയ പ്രഷറായിട്ട് മാറുവാണല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ, ആ ചർച്ച നമുക്ക് പിന്നീട് ചെയ്യാം. ഫസ്റ്റ് സ്ക്രീൻ തുറക്ക്. ഇപ്പൊ വിഷു സമയമാണ്, നല്ല കളക്ഷൻ ഉള്ള സമയമാണ്, ആളുകൾ തിയേറ്ററിൽ പോയി പടം കാണട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവര് ഈ തീരുമാനത്തിലേക്ക് വന്നത്.
പിന്നെ ഇതിനകത്ത് ഇപ്പൊ അവർ ഇന്ന് കൈക്കൊള്ളുന്ന ഈ തീരുമാനം ഉണ്ടല്ലോ, ഒരാഴ്ചക്ക് മുമ്പ് അവരുടെ അടുത്ത് പറഞ്ഞതാണ്. ഈ ഡിസ്കഷൻ ഇന്നലെ മെനിഞ്ഞാൽ ഈ റിലീസായ സമയത്ത് നടന്നതല്ല. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുള്ളത് വളരെ പ്രത്യേകമായിട്ട് അവരുടെ ഉണ്ടായിരുന്ന എന്താണ് PVRന്റെ റെപ്രസെന്റ് ചെയ്ത് വന്ന 4 പേരെടുത്തും പറഞ്ഞതാണ്. ഒരുപാട് ഓപ്ഷൻ കൊടുത്തത് ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഇതായിരുന്നു, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുള്ളൂ. നമ്മുടെ ഫോറം മാളും കാലിക്കറ്റിലുള്ള ബ്ലൂ ഡയമണ്ടിലുള്ള മിരാജ് മാളും നമുക്ക് പിന്നീട് എടുക്കാം. നിങ്ങൾ കളിക്കുന്നത് പോലെ ഹിന്ദി മിരാജ് മാൾ കൊണ്ട് ഇന്ന് തുറന്നതല്ല, തുറന്നിട്ട് 2 മാസം എന്തായി. അവിടെ അവർ ഹിന്ദി പടം കളിച്ചുകൊണ്ടിരിക്കുക. അവർ ഓൾഡ് ഹിന്ദി ഈവൻ ഷോളെ വരെ കളിച്ചു. അവരായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പടങ്ങൾ വെക്കണം, ഒന്നുണ്ട് തമിഴ് പടങ്ങൾ. ഇതാണ് ഞങ്ങൾ ആദ്യം വെച്ചത്. ഫെസ്റ്റിവൽ നിങ്ങൾ ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യരുത്. കേരളത്തിൽ അത് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഡിമാൻഡ് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ വെച്ചാൽ അന്ന് PVR മാളിന്റെ എന്താ പൊസിഷൻ എടുക്കുക നിങ്ങളൊന്ന് ആലോചിക്കുക. കർണാടകയിൽ പോയിട്ട് കന്നഡ പടം കളിക്കില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം അന്ന് രാത്രി അവിടെ മാറും. അതുപോലെ തമിഴ്നാട്ടിൽ തമിഴ് പടം കളിക്കില്ലെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞതാണ്. പക്ഷെ അവർ ധാർഷ്ട്യം, ഞങ്ങൾ പവർ, വി ആർ 8,000 crore പ്രൊപ്പറൈറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. 1-2 ഞങ്ങളുടെ ആസ്തി 8,000 crores ആണെന്നും പറഞ്ഞവർ. അപ്പോ അവര് മലയാളം ഇൻഡസ്ട്രി 8,000 കോടി എന്ന് പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിനെ വിലക്ക് മേടിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ വിജയമാണ്. ഒരു കാര്യം പറയാം, കാരണം ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ജാനുവരി 1 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 മാസം കാലഘട്ടങ്ങളിൽ തിയേറ്ററുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവന്നിട്ടുള്ളത് മലയാളം കണ്ടന്റാണ്. ഈ മലയാളം സിനിമ കഴിഞ്ഞ നേര് മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ തിയേറ്ററുകളുടെ നിലനിൽപ്പ് തന്നെ ഏകദേശം മലയാള സിനിമ, മഞ്ഞുമൽ ബോയ്സ് പോലെയും പ്രേമലു പോലെയുള്ള സിനിമകൾ, അതിനുശേഷം വന്ന ആടുജീവിതം, ഭ്രമയുഗം, അന്വേഷിപ്പിൻ കണ്ടെത്തും, ഇപ്പൊ ഇത്രയും സിനിമകൾ വന്നു നിൽക്കുന്നു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷവും ആവേശവും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ തിയേറ്ററുകളുടെ ഒരു നിലനിൽപ്പ് ഈ ചിത്രങ്ങളായി നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് അവര് വിത്തൗട്ട് എനി നോട്ടീസ്, ഒരു ഇതും മുന്നറിയിപ്പുമില്ലാതെ സിനിമകൾ നിർത്താനായിട്ട് 2 ദിവസം 3 ദിവസം മുമ്പ് ഞങ്ങൾക്ക് അവര് ഇത് തന്നത്. കാരണം